ആകാശവാണി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കോവിഡ് മുക്തമായൊരു സമൂഹത്തിനായി പ്രതീക്ഷയോടെ ലോകം. ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ജീവിതക്രമം മാറ്റിമറിച്ച് കോവിഡ് സമൂഹത്തിൽ ഭീതി പരത്താൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോടടുക്കുന്നു. 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊറോണ വൈറസ് ഇനിയും മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടില്ല. 60 മുതൽ 140 നാനോമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള ഈ വൈറസിന്റെ കിരീടാകൃതിയാണ് ഇതിന് കൊറോണ വൈറസ് എന്ന പേര് ലഭിക്കാൻ കാരണം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട വൈറസുകൾ 2002 ചൈനയിലും 2012 സൗദി അറേബ്യയിലും നിരവധി പേരെ ബാധിച്ചിരുന്നു. 2019 ഡിസംബറിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊറോണ വൈറസ് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. 2020 ജനുവരി 30 ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യ 2 ഘട്ടങ്ങളിലും കേരളത്തിന് കോവിഡ് പ്രതിരോധം വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചു. 3ാം ഘട്ടത്തിൽ കേരളവും കോവിഡിന്റെ പിടിയിലകപ്പെട്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ ആകാശവാണിയോട്. COVID-19 എന്നുള്ള നൂതനവും അതേസമയം വളരെ സങ്കീർണവുമായിട്ടുള്ള പുതിയ വൈറൽ രോഗത്തിനെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമുള്ള നടപടികളും ഒരു തീവ്ര യത്നവും തുടങ്ങി ഇപ്പോൾ 10 മാസം. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ ജനുവരി 30 ആണ് ആദ്യത്തെ കേസ് കേരളത്തിലുണ്ടായത്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേസായിരുന്നു. അതിനുശേഷം പിന്നെ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അതിൽ പോസിറ്റീവ് ആൾക്കാരെ കണ്ടെത്തിയതിനു ശേഷം ആ കാലത്തൊക്കെ നമ്മൾ 28 ദിവസമായിരുന്നു ക്വാറന്റൈൻ. രോഗമുള്ളവരെയൊക്കെ നീണ്ട കാലത്തെ ചികിത്സയായിരുന്നു അന്ന് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ രോഗികൾ വന്നപ്പോഴേക്കും നമ്മൾ ആദ്യമായി റൂട്ട് മാപ്പ് എന്നുള്ള ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ആവിഷ്കാരം അന്ന് ചെയ്തിരുന്നു. കൂടുതൽ എണ്ണം ആൾക്കാർ വരുന്നതനുസരിച്ച് ഐസൊലേഷൻ, സംശയമുള്ള ക്വാറന്റൈൻ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് അവിടെ ആക്കി തുടങ്ങി. പിന്നെ അതിനുശേഷം ഏറ്റവും പുതിയ ആവിഷ്കാരമാണ് വീടുകളിൽ നമ്മളിപ്പോൾ ഐസൊലേഷനും ചികിത്സയൊക്കെ ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ വർദ്ധിക്കുന്നത് അതിൽ ശതമാനം ആൾക്കാർക്ക് അസുഖം കൂടുന്നതായിട്ടും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുള്ള ഫെസിലിറ്റീസ്, ഓക്സിജന്റെ സൗകര്യങ്ങൾ, കൂടുതൽ വെന്റിലേറ്റേഴ്സ്, കൂടുതൽ ICU സംവിധാനങ്ങൾ അതുണ്ടാക്കി. പിന്നെ 80% ആൾക്കാർക്ക് രോഗലക്ഷണം ഇല്ലാത്തവർ പബ്ലിക്കായി പെരുമാറുന്നതിനകത്ത് നമ്മൾ നിർദ്ദേശിക്കുന്നത് മാസ്ക്, ഡിസ്റ്റൻസ്, സാനിറ്റൈസിംഗ് ഒക്കെ പറയുമെങ്കിൽ പലരും അതിനത്ര ചെവി കൊള്ളാതെ പെരുമാറുന്നതിന്റെ ഫലമായിട്ട് ദൈനംദിനമായ കേസുകൾ 5000 മുതൽ 9000 റേഞ്ച് വരെയൊക്കെ നമുക്ക് പല ദിവസങ്ങളും നമ്മൾ കണ്ടിരുന്നു. അതിനെ നിയന്ത്രിക്കാൻ വീണ്ടും നമ്മൾ ഇതിനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ, കൂടുതൽ ടെസ്റ്റിംഗ് വളരെ ഫോക്കസ്ഡ് ആയിട്ടും സ്ട്രാറ്റജിക് ആയിട്ടും എവിടെയാണോ ആവശ്യം ആ രീതിയിലും ഉള്ളൊരു യുണീക്ക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് സ്ട്രാറ്റജി കേരളം യൂസ് ചെയ്തു. അപ്പൊ അത് ചിലരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സ്റ്റേറ്റിലുള്ളത് പോലെ അല്ല. നമ്മുടെ വളരെ യുണീക്ക് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയായിരുന്നു. 9000 ലെവലിലൊക്കെ പോയി ഇപ്പൊ കുറഞ്ഞു 5,000. രോഗം മാറിയവരുടെ എണ്ണം തന്നെ ഇപ്പൊ ലക്ഷങ്ങളിലായി കഴിഞ്ഞു. പുതിയ സ്ഥിതി കണ്ടെത്തിയതാണ് പോസ്റ്റ് കോവിഡ് രോഗം. അതായത് ശ്വാസകോശത്തിനോ ഹൃദയത്തിനോ അല്ലെങ്കിൽ ഞരമ്പുകൾക്കോ അല്ലെങ്കിൽ മനസ്സിന്റെ പെരുമാറ്റത്തിന് തന്നെയുള്ള വ്യത്യാസങ്ങൾ ചിലരൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. എക്സ്പെർട്ട് കമ്മിറ്റീസ് ഒക്കെ നിരീക്ഷിച്ച് വരുമ്പോഴേക്കും വ്യക്തമായ ചില പാറ്റേൺസ്, ഇപ്പോൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയുണ്ട് ചിലർക്ക്. ഇതെല്ലാം ഒരു 10% കുറവേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ പൊതുവായിട്ട് ആശങ്കയോ വെപ്രാളത്തിനോ അവിടെ എപ്പോഴുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ നിരീക്ഷിക്കാനും അതിനെ കണ്ടെത്താനും ഒക്കെ പ്രാഥമികാരോഗ്യ കേന്ദ്രം തൊട്ട് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി ആൻഡ് ഫൈനലി മെഡിക്കൽ കോളേജ് ടെർഷ്യറി ലെവലിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ ഇന്ന് കേരളം വളരെ പ്രോംപ്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല രോഗികളെല്ലാവരും ഹോസ്പിറ്റലിൽ വരുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി ഈ സഞ്ജീവനി എന്നുള്ള വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിൽ കൂടെ ആൾക്കാർക്ക് ഫോൺ വഴിയും കമ്പ്യൂട്ടർ വഴിയും ലോഗിൻ ചെയ്ത് ഹോസ്പിറ്റലിൽ നേരിട്ട് പോകാതെ ഡോക്ടർ അതേസമയം നേരിട്ട് വീഡിയോയിൽ കണ്ടുകൊണ്ട് അധികമായിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനം, ടെലി കൺസൾട്ടേഷൻ, അതിനുള്ള വൈഡായിട്ടുള്ള ശ്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ഒരു നല്ല യത്നമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. എങ്കിലും മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നത് ആശ്വാസം പകരുന്നു. രോഗവ്യാപനത്തിന്റെ തീവ്രത കുറയുന്നതിനൊപ്പം രോഗമുക്തി നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു.
എങ്കിലും ആഘോഷങ്ങളുടെ കാലമാണിത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന സമയം. ഇത് രാജ്യത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നു. പാട്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും ഡോക്ടർ ശ്രീഹരി CS. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ കഴിഞ്ഞ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ വെച്ച് ആ മാസങ്ങളിൽ വരെ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കറന്റ് കേസുകളുടെ എണ്ണത്തിൽ പഴയ മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞു വരികയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചു വരുമായിരുന്നു. പെർ ഡേ കേസസ് തന്നെ വളരെ വലുതായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം മെയിൻ സിറ്റീസ് ആയ ഇപ്പം ഡൽഹി, ചണ്ഡീഗഡിലൊക്കെ പോലീസും ഗവൺമെന്റൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഈ മാസ്ക് ആണെങ്കിലും ബാക്കിയുള്ള പ്രോട്ടോകോൾ ആണെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ഇന്നർ പാർട്സിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് മാൻ പവറിന്റെ. പിന്നെ ആളുകളും ഇപ്പൊ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. ഇപ്പൊ കൊറോണ ഇത്രയും നാളായതുകൊണ്ടും ലോക്ക്ഡൌൺ ഇത്രയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടും ഇപ്പോൾ ആൾക്കാർ ഒരല്പം റിലാക്സ്ഡ് മെന്റാലിറ്റിയിലോട്ടാണ്. പിന്നെ ഇപ്പൊ ദീപാവലി നോർത്ത് ഇന്ത്യയിലെ വലിയൊരു ആഘോഷമാണ്. അത് മാത്രമല്ല അത് ഛഠ് പൂജയുണ്ട്. അപ്പം UP, ബീഹാറിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫെസ്റ്റിവൽസിൽ ഒന്നാണ് ഛഠ് പൂജയും. അപ്പം ഈ രണ്ട് ഫെസ്റ്റിവൽസിലും ആളുകൾ ഒത്തുകൂടുകയും ഈ ഗംഗാ നദീതീരത്ത് ഉള്ള ഒത്തുകൂടലുണ്ട്. അതുകൂടാതെയുള്ള ഒത്തുകൂടലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഇതൊക്കെ ഇനിയുള്ള വരും മാസങ്ങളിൽ കേസ് കൂടാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇപ്പം ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം, ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. ഒരു 1 to 2 വീക്സ് ഇനി അത് കാരണം എന്തെങ്കിലും ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ബീഹാറിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോവിഡ് പേഷ്യൻസിൻ്റെ ഒരു കഴിഞ്ഞ ഒരു 2-3 months ബിഫോർ വരെ കോവിഡ് കേസ് വളരെ ഹൈ ആയിരുന്നുണ്ട്. നോൺ കോവിഡ് പേഷ്യൻസ് എമർജൻസി കേസസ് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത കേസ് മാക്സിമം അവർ വരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരും വരുന്നുണ്ട്. അതായത് നോൺ കോവിഡ് പേഷ്യൻസും ഇപ്പം വന്ന് തുടങ്ങി. ഇപ്പോൾ ഒരു 6 months 8 monthsോളം അവർ പല ഇൽനെസ്സും അവരിപ്പം എലക്റ്റീവ് ആണെങ്കിൽ കൂടി വരാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഈ കോവിഡ് പേഷ്യൻസിൻ്റെ കൂടെ നോൺ കോവിഡ് പേഷ്യൻസ് വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടും ആക്ച്വലി ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ നമുക്കറിയാൻ പറ്റില്ല വരുന്ന എല്ലാ പേഷ്യൻറ്റിനോടും കോവിഡ് റിസൾട്ടുമായിട്ട് വരണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, വരുമ്പോൾ അവർ ചിലപ്പോൾ ഒരു അസിംറ്റമാറ്റിക് കാരിയർ ആയിരിക്കാം. അപ്പോൾ അതുവഴി ഒരു ഹെൽത്ത് വർക്കറിന് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡോക്ടർ വഴി മൾട്ടിപ്പിൾ ആൾക്കാർക്ക് പിന്നെ സ്പ്രെഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ട്രബിൾസും ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ കറന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. ലോകം മുഴുവൻ ലോക്ക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നതോടെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് മാറി തുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡിന്റെ 2ാം തരംഗം ആരംഭിച്ചിരിക്കുകയാണ്. ഫ്രാൻസ്, UK, ഇറ്റലി തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. ഒപ്പം ശൈത്യകാലം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധം കൂടുതൽ ദുഷ്കരമാകും. UKയിലെ ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടറും ബ്രിട്ടനിലെ ഇന്ത്യൻ ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് അസോസിയേഷൻ ഓഫ് ഫിസീഷ്യൻസ് ഓഫ് ഇന്ത്യൻ ഓറിജിന്റെ നാഷണൽ വൈസ് ചെയർമാനുമായ ഡോക്ടർ സജയൻ ആകാശവാണിയോട്. UKയെ സംബന്ധിച്ച് പറഞ്ഞാൽ സാധാരണ വിന്റർ സമയത്ത് അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലുകൾ നിറയുന്ന അവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത്. കൊറോണ രോഗികൾ കൂടി ഇതിനോട് ചേരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഡോക്ടർമാരുടെയും ഗവൺമെൻറ്റിൻ്റെയും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോഴത്തെ പുതിയ കണക്കുകൾ പ്രകാരം UKയിൽ മൊത്തം ഏതാണ്ട് 12.5 ലക്ഷം ആളുകൾക്ക് കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും ഏതാണ്ട് 50,000-ൽ പരം പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ മരണസംഖ്യയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ 5ാമത്തെ വലിയ നിരക്കുമാണ്. അമേരിക്ക, ബ്രസീൽ, ഇന്ത്യ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇതിലും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ള രാജ്യങ്ങൾ. ഏതാണ്ട് 1500 പേര് ദിവസവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുവെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൊത്തം 15,000 പേർ ഇപ്പോൾ ആശുപത്രികളിൽ അഡ്മിറ്റാണ്. അതിൻ്റെ ഏതാണ്ട് 10% ആൾക്കാർ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കിയാൽ പോസിറ്റീവ് റിസൾട്ടുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും അതിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമുള്ളവരുടെയും വെന്റിലേറ്റർ ആവശ്യമുള്ളവരുടെയും എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, കൂടുതലും പ്രായം കുറഞ്ഞവരിലാണ് ഇപ്പോൾ രോഗം കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്ന ടെസ്റ്റുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷം ടെസ്റ്റുകളാണ് ഒരു ദിവസം ചെയ്യുന്നത്. അതുപോലെ ആദ്യഘട്ടത്തിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചികിത്സയിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങളും ഈ കുറയുന്ന മരണനിരക്കിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ UKയിൽ നാഷണൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 2 വരെയാണ് ഇതിന് പ്രാബല്യം. സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കുമായിരിക്കും ആദ്യം ഈ വാക്സിൻ നൽകുന്നത്. ലോക്ക്ഡൗണും വാക്സിനേഷനും ആൾക്കാരിൽ കൂടി വരുന്ന അവബോധവും എല്ലാം ചേർന്ന് 2021 തുടക്കത്തിലെങ്കിലും ഈ രോഗത്തെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാം എന്നാണ് ഇപ്പോഴത്തെ പ്രത്യാശ. ലോകത്ത് ഏറ്റവും
കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അമേരിക്കയിലാണ്. ഇവിടെ പുതിയ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത സാഹചര്യത്തിൽ പുതിയ കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ കൈക്കൊള്ളുമെന്നതിന്റെയും വാക്സിൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നതിന്റെയും പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അമേരിക്കയിൽ നിന്നും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശ്രീ അനൂപ് കുമാർ എസ്. കഴിഞ്ഞ ഒരാഴ്ച അമേരിക്കയിൽ പുതിയതായി COVID-19 ബാധിച്ചവരുടെ എണ്ണം 1,04,000 നിന്ന് 1,45,000 വർദ്ധിച്ചു. ടെന്നസി, അലബാമ, മിനസോട്ട എന്നീ സംസ്ഥാനത്തെ മരണനിരക്ക് ഇപ്പോൾ റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. വിന്റർ തുടങ്ങാൻ പോകുന്ന ഈ സമയത്ത് ഈ വാർത്ത അമേരിക്കൻ ജനതയെ ഭയപ്പെടുത്തുന്നതാണ്. ഇതിനിടയിൽ കോവിഡിന് ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചെന്നും ഡിസംബർ അവസാനത്തോടുകൂടി വിപണിയിൽ ലഭ്യമാവും എന്നുള്ള വാർത്തയും പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ശരാശരി അമേരിക്കക്കാരന്റെ ജീവിത രീതിയിൽ കാര്യമായ മാറ്റമൊന്നും കാണുന്നില്ല. കുട്ടികളെ സ്കൂളിൽ വിടുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരങ്ങളിൽ ഹാങ് ഔട്ടും പാർട്ടിയും ഇങ്ങനെ പോകുന്നു. ഇവിടെ സ്കൂളുകളിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കുട്ടികളെ നമുക്ക് സ്കൂളിൽ വിടുകയോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഓപ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള പലരും ഓൺലൈൻ ക്ലാസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓൺലൈൻ ക്ലാസ് ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ളവർക്ക് ഐപാഡ് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി വാക്സിനുകൾ പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇന്ത്യയിലും വാക്സിൻ പരീക്ഷണങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി.എസ്. രോഗം പല നാടുകളിലും ഒരു 2ാം വരവും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ COVID-19 രോഗം നിലനിൽക്കുന്നുണ്ട് ലോകവ്യാപകമായിട്ട് നോക്കും. കേരളത്തിലാണെങ്കിൽ പോലും ഇനിയിപ്പോ ഇലക്ഷനും ശബരിമല തീർത്ഥാടനം ഉത്സവകാലം ഇതൊക്കെ വരുന്നതിന്റെ സാഹചര്യത്തിൽ വീണ്ടും രോഗികളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ രോഗത്തിനെ പ്രതിരോധിക്കാനായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് മാസ്ക് വയ്ക്കുന്നതാണെങ്കിലും കൈകൾ വൃത്തിയാക്കുന്നതാണെങ്കിലും സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കുന്നതാണെങ്കിലും തീർച്ചയായിട്ടും തുടർന്നു കൊണ്ടുപോവുകയും ശക്തമായി രോഗത്തിനെ പ്രതിരോധിച്ച് നിർത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള നമ്മളുടെ ശ്രമങ്ങൾക്ക് ശക്തി പകരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വാക്സിനാണ്. വാക്സിന്റെ ഗവേഷണങ്ങൾ, പ്രത്യേകിച്ചും വാക്സിൻ ഫലപ്രദമാണ് എന്നുള്ളതിന്റെ ആദ്യ സൂചനകൾ ലഭിക്കുകയും വലിയ ആളുകളെ, കൂടുതൽ ആളുകളെ പഠനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഗുണത്തോടൊപ്പം തന്നെ അതിനുള്ള സൈഡ് എഫക്റ്റും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പഠനങ്ങൾ ലോകവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാക്സിനുകൾ, 100 കണക്കിന് വാക്സിനുകൾ സത്യത്തിൽ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില വാക്സിൻ, അതിൽ ഭാരതം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വാക്സിൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ട്രാസെനിക്ക എന്ന് പറയുന്ന മരുന്ന് കമ്പനിയുമായിട്ട് ചേർന്ന് ചെയ്യുന്ന ഒരു വാക്സിൻ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ വാക്സിൻ കമ്പനി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വളരെ കൂടുതൽ വാക്സിൻ ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ICMR, ഭാരത് ബയോടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയും ചേർന്നിട്ട് ഒരു വാക്സിൻ നിർമ്മിക്കാനുള്ള ശ്രമവും ഇന്ത്യയിൽ തന്നെയുള്ള ഒരു മരുന്ന് നിർമ്മാതാക്കളായിട്ടുള്ള കാഡില ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു വാക്സിൻ, അങ്ങനെ പലതരം വാക്സിൻസ് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ പല വാക്സിനുകളും അടുത്ത വർഷം പകുതിയോടുകൂടി ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതി, ഒരു പക്ഷെ ആദ്യം കൂടുതൽ ആവശ്യമായിട്ടുള്ള ആളുകൾക്ക്, ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ ആയിരിക്കും വാക്സിൻ കിട്ടുക. പക്ഷെ അത് പോലും എല്ലാ ആളുകൾക്കും വാക്സിൻ ഉപയോഗിക്കാവുന്ന രീതിയിൽ അടുത്ത വർഷം പകുതിയോടുകൂടി വാക്സിനുകൾ എത്തുകയും അതോടുകൂടി ഈ രോഗം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നേരിടുകയും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വിചാരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത, അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിത രീതിയെയും തൊഴിലിനെയും ഉപജീവന മാർഗത്തെയുമെല്ലാം ഈ വൈറസ് വളരെയധികം ബാധിച്ചു. സമ്പദ് വ്യവസ്ഥകളെ പോലും ഇത് പ്രതികൂലമായി ബാധിച്ചു. എങ്കിലും ഈ സാഹചര്യം എത്രയും വേഗം മാറുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. വാക്സിൻ പരീക്ഷണങ്ങൾ എത്രയും വേഗം ഫലപ്രാപ്തിയിലെത്തുകയും വിതരണം ആരംഭിക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നമുക്ക് എത്രയും വേഗം നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.